ഹേ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ ഇന്നലെ നിർത്തി വെച്ചിരുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഗൈസ്, നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയൺ ഫാം ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാക്കുമെന്ന്. അതിനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മളപ്പോൾ അയൺ ഫാം ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് പോവാം. അതുമാത്രമല്ല ഗൈസ്, നമുക്ക് കുറച്ചങ്ങോട്ട് പോകണം. പിന്നെ ഞാൻ ഇവിടെ ആയിട്ട് ഒരു വില്ലേജറിനെ പൂട്ടിയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതിനകത്ത് ഒരുത്തനുണ്ട് താണ്ടേ. പിന്നെ താഴെയായിട്ട് ഒരു വില്ലേജറിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടവനല്ലെന്ന് തോന്നുന്നു. കഴിഞ്ഞ എപ്പിസോഡിലാണെങ്കിൽ ഇവിടെ 2 വില്ലേജറിനെ നമ്മൾ തന്നുള്ളൂ. ഇന്നിവിടെ 3 വില്ലേജറുണ്ട്. മറ്റവൻ അവിടെ തന്നെ കണ്ടുണ്ട്. പിന്നെ അതാ ഈ വീട്ടിനകത്തായിട്ടൊരു വില്ലേജറുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ആ വീട്ടിനകത്തായിട്ടാണ് ഇതേണ്ട ഗൈസ്. അവൻ ഇവിടെ തന്നെ ഉണ്ട്. ഇവരെ വെച്ചിട്ടാണ് നമ്മളിന്ന് ഫാമൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. മണ്ടയിലേക്ക് കയറാം ഗൈസ്. പിന്നെ മറ്റവനെ നമുക്കൊന്ന് താഴോട്ടേക്ക് കൊണ്ട് കാര്യങ്ങളെന്ന് പറയണം. അതുമാത്രമല്ല, നമുക്ക് ഇവിടുത്തെ എല്ലാ വർക്ക് സ്റ്റേഷനും പൊട്ടിക്കാം ഗൈസ്. വർക്ക് സ്റ്റേഷനും ബെഡും ഒക്കെ പൊട്ടിച്ചെടുത്തേക്കാം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് കാണാം. എല്ലാ വീട്ടിലും കയറി വർക്ക് സ്റ്റേഷനൊക്കെ പൊട്ടിച്ചെടുക്കട്ടെ. നമ്മളെല്ലാം മൈനൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ടർ ബേസിൽ കയറാം. നമുക്കൊന്ന് ഉറങ്ങാം. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ എടുത്ത അയണൊക്കെ അവിടെ തന്നെ ഉണ്ട്. കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ ബേസൊക്കെ ഉണ്ടാക്കിയതും അയണൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞ എപ്പിസോഡിലാണ്. ഇപ്പോൾ നമുക്കൊരു ബാരലുണ്ടാക്കി സൈഡിലോട്ടേക്ക് വെക്കാം. ആവശ്യമുണ്ട് ബാരലിൻ്റെ. അതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് വില്ലേജിലോട്ട് പോവാം. നമുക്ക് ആവശ്യമില്ലാത്തേക്ക് നമ്മൾ ആ ബാരലിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വില്ലേജിലോട്ടേക്ക് പോകാം. ഇവിടെ ആയിട്ട് നമ്മൾ പൂട്ടിയിട്ടേക്കുന്ന നമ്മളെ വില്ലേജറുണ്ട്. അവനെ ഞാൻ തുറന്നു വിടാം. എന്നിട്ട് ഈ ബോട്ടിലേക്ക് കയറ്റിയിട്ട് നമുക്ക് അവനെ നമ്മളെ സ്ഥലത്തോട്ടേക്ക് കൊണ്ടുപോകണം. ഇവിടെ ആപ്പാട് 2-3 വില്ലേജറേ ഉള്ളൂ. നമുക്ക് 20 വില്ലേജറിൻ്റെ ആവശ്യമുണ്ട് അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി. ഇവരെയൊക്കെ ബ്രീഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അവരെ ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇവനെ ലീഡിട്ട് വലിച്ച് താഴോട്ടേക്ക് കൊണ്ട് കാര്യങ്ങൾ പോകാം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് താഴോട്ടേക്കൊന്ന് ചാടാം. അത് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ സ്കയർ പൊട്ടിപ്പോയി, ലീഡ് പൊട്ടിപ്പോയി. അവനെ ഒന്ന് എടുക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ചത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോയി സാധനങ്ങളൊക്കെ എടുക്കാം. അവനെടുത്ത് തറയെ ഇറക്കുന്ന വഴിക്കാണ് നമ്മൾ ചത്തത്. ഇനി അങ്ങോട്ടേക്ക് പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഞാൻ വേഗം അങ്ങോട്ടേക്കൊന്ന് പോട്ടെ. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെ ഉണ്ട് നമ്മളെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ നമുക്ക് അങ്ങ് എടുക്കാം. എന്നിട്ട് ഇവനെ ഇങ്ങോട്ട് വലിച്ച് ആ വീടിൻ്റെ അങ്ങോട്ടേക്ക് ഇട്ടിട്ട് അവിടെ ആയിട്ട് നമുക്ക് ഷെൽട്ടർ പോലത്തെ സംഭവം എനിക്ക് വേണ്ടി കെട്ടിക്കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഇങ്ങോട്ടേക്കാണ് ഞാൻ വലിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞവനെ ഇവിടെ കൊണ്ടുവന്നിടണം. എന്നിട്ട് ഇവനിക്ക് വേണ്ടി ഒരു ഷെൽട്ടർ കേസ് നമ്മൾ ഇവനിക്ക് വേണ്ടി ഇങ്ങനെയാണ് പണിഞ്ഞേക്കുന്നത്. ഇതിനടുത്തായിട്ട് 2 കമ്പോസ്റ്ററൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളിവിടുത്തെ ലാവയിൽ വേണ്ടി ചത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ലാവയൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേസ്. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം എന്താ ഇവിടെ ഉള്ളതെന്ന്. ഇവിടെ എൻ്റെ കുറച്ച് സാധനങ്ങളും കിടപ്പുണ്ട്. മറ്റേയൊക്കെ ആ സൈഡിലോട്ട് തെറിച്ച് പോയി. ഇതൊക്കെ ഇങ്ങോട്ട് വന്ന് ഇവനിൽ ഒരുത്തൻ ജോലി എടുത്തിട്ടില്ല കേസ്. നമുക്കിത് ഒന്ന് പൊട്ടിച്ചിട്ട് വെച്ച് നോക്കാം. അപ്പോൾ അവൻ ജോലി എങ്ങനെ എടുത്താലാ. ഓക്കെ, ഒന്ന് പൊട്ടിച്ച് നോക്കാം. മറ്റേതും കൂടി പൊട്ടിക്കാം ഗൈസ്, കാരണം അവൻ അതിനകത്ത് കയറി പെട്ടു എന്നാ തോന്നുന്നത്. ഇറങ്ങിപ്പോ. ഇവിടെ ഇത് 2ഉം വെച്ചേക്കാം ഗൈസ്.
ഇവനും ജോലി എടുക്കുന്നില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഏതെങ്കിലുമൊക്കെ ഒരു വില്ലേജർ എവിടെയെങ്കിലുമൊക്കെ കാണും. അവനാന്ന് തോന്നുന്നു എടുക്കുന്നു. ഇത് പൊട്ടിച്ചേക്കാം. അവനില്ലെങ്കിൽ ഒരു എസ്കേപ്പ് ആവും. ഇവിടെ വയ്ക്കാം. ഇവിടെ ഏതൊക്കെ ഒരു വില്ലേജർ ഉണ്ടെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കൊന്ന് നോക്കാം. ഇല്ലെങ്കിൽ അവനാ ജോലി എടുക്കണ്ടേ ഇല്ലേ. ഇവിടെ എവിടെയും നമ്മൾ കാണുന്നൊന്നുമില്ല. മണ്ടയിലൊന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം മണ്ടയിലുണ്ടെങ്കിൽ ഇവന്മാർ ജോലിയൊന്നും എടുക്കില്ല. താഴെ എങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത്രയും ദൂരമുള്ളതുകൊണ്ട് അവന്മാർ മണ്ടയിലാണെങ്കിൽ ജോലി എടുക്കില്ല. അതുപോട്ടെ നമുക്കിവിടെ വന്നിട്ട് കുറച്ച് ഗ്രാവൽ എടുക്കാം. കാരണം നമുക്ക് ഫ്ലക്സിങ് ടേബിൾ വേണം. അതുകൊണ്ട് കുറച്ച് ഗ്രാവൽ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിൻറ്റ് കിട്ടും. ഫ്ലിൻറ്റ് എടുക്കാം നമുക്ക്. വേണ്ടി ഞാൻ ഈ ഗ്രാവലൊക്കെ ഒന്ന് പൊട്ടിക്കട്ടെ. പൊട്ടിച്ചിട്ടങ്ങൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ശവലുണ്ടാക്കിക്കൊണ്ട് പോയി പൊട്ടിക്കാം. ശവലുണ്ടാക്കി കൊണ്ടുപോയിട്ട് പൊട്ടിച്ചിട്ടെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ശവലുണ്ടാക്കാൻ വേണ്ടി സ്റ്റിക്ക് വേണം. നമുക്ക് സ്റ്റിക്കിന് വേണ്ടി ഇതൊന്ന് പൊട്ടിക്കാം. സ്റ്റിക്കല്ലേ, സ്റ്റോൺ വേണം. എൻ്റെ സ്റ്റോണില്ല. ഇതിന് വേണ്ടി നമുക്ക് വുഡ് എടുത്ത് ആദ്യം കുറച്ച് വുഡൻ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് താഴെ പോയി സ്റ്റോൺ എടുത്തിട്ട് വേണം ഗൈസ് വരാൻ. ഞാൻ അതൊന്നും ചെയ്യട്ടെ. അപ്പോൾ ഗൈസ് 2 ബ്ലോക്ക് താഴോട്ട് വിളിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോണൊക്കെ ഒന്ന് എടുക്കട്ടെ. മൈനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്കിനി ശവലുണ്ടാക്കാം. ശവലുണ്ടാക്കിയതിന് ശേഷം ഞാൻ പോയി ഗ്രാവലൊക്കെ മൈൻ ചെയ്യട്ടെ. നമുക്ക് അങ്ങോട്ട് പോയി ശവലുണ്ടാക്കാം. അതിന് മുമ്പ് കുറച്ച് കഴിക്കാം. ഓക്കെ ഗൈസ്, നമുക്കൊന്ന് ശവലുണ്ടാക്കിയേക്കാം. ഞാൻ സ്റ്റോൺ പിക്കാക്സാണ് ഗൈസ് ഉണ്ടാക്കിയത്. ശവലെന്ന് പറഞ്ഞിട്ട് നമുക്ക് ശവലും കൂടി ഉണ്ടാക്കിയേക്കാം. ശവലും കൂടി ആവശ്യം വരും. എന്നിട്ട് ഞാൻ പോയി ഗ്രാവലൊക്കെ മൈൻ ചെയ്യട്ടെ. അതിന് മുമ്പായിട്ട് ഒന്ന് കിടന്നുറങ്ങണം. അവിടെ ബെഡ് വെച്ചിട്ട് കിടന്നുറങ്ങട്ടെ. എന്നിട്ട് ഗ്രാവലും കൂടി മൈൻ ചെയ്യട്ടെ. ഓക്കെ, ഞാൻ ഗ്രാവലൊക്കെ മൈൻ ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പം ഗൈസ് ഞാൻ മൈൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഫ്ലക്സിങ് ടേബിളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടോയെന്ന് വെച്ച് നമുക്ക് അവനിക്ക് മറ്റേ ജോലിയും കാര്യങ്ങളും കൊടുക്കാം. എന്നിട്ട് അവനിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും എടുത്തിട്ട് വളരാം. ഈ ഒരു അതും കൂടി പൊട്ടിച്ചങ്ങ് എടുത്തേക്കാം. ഞാൻ എന്നിട്ട് പോയി കുറച്ച് സ്റ്റിക്കും കാര്യങ്ങളും മൈൻ ചെയ്യട്ടെ. അത് മിസ്ക്ലിക്കായിരുന്നു ഗൈസ്. നമുക്കതെടുക്കാം. സ്റ്റിക്ക് മൈൻ ചെയ്യുന്നതിനെക്കാട്ടി മുമ്പ് ഇവൻ സ്റ്റിക്കൊക്കെ വിൽക്കുന്നുണ്ടല്ലോ. എത്ര എണ്ണം വേണമെന്ന് നോക്കാം. 32 എണ്ണം വേണം. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് വെട്ടാൻ വേണ്ടി നമുക്ക് വുഡ് വെട്ടാൻ പോവാം. ഒരു ആക്സും കൂടി ഉണ്ടാക്കിയേക്കാം. ആക്സ് നമ്മളെ ഇല്ല. ഓക്കെ, ആക്സ് ഉണ്ട്. ആക്സ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. നമുക്കിനി വുഡ് വെട്ടാനായിട്ട് കാര്യങ്ങളും തുടങ്ങാം. ഓക്കെ, ഇതും കുറച്ച് സമയം പിടിക്കും ഗൈസ്. ഞാനിപ്പോൾ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഞാൻ വുഡൊക്കെ മൈൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ടേക്കും കൂടി പോവാം. ഇനി വുഡൊക്കെ എടുത്ത് നമുക്ക് പ്ലാങ്ക്സ് ആക്കിയിട്ട് പ്ലാങ്ക്സ് എടുത്ത് നമുക്ക് സ്റ്റിക്കാക്കാം. അതൊക്കെ ഞാൻ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ ഗൈസ്, നമ്മളുണ്ടാക്കിയ സ്റ്റിക്കൊക്കെ എടുത്ത് ഇവിടുത്തെ ഫ്ലക്ചറിന് കൊടുക്കാൻ. നമ്മളിപ്പോൾ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഫ്ലക്ചറിന് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റിക്കിൽ നിന്ന് നമുക്ക് ഫാർമറിന് കൊടുത്ത് അത് നമുക്ക് ബ്രെഡ് വാങ്ങണം ഗൈസ്. ഒരു എമറാൾഡിന് 6 ബ്രെഡ് വയ്ക്കുന്നുണ്ട് ഗൈസ് ഫാർമർ. ഇവിടെ ആയിട്ട് നമുക്കൊരു ബെഡും കാര്യങ്ങളും വെച്ചേക്കാം. കാരണം ഇവിടെ നമുക്ക് 2 കുഞ്ഞുങ്ങളുടെയും കൂടി ആവശ്യമുണ്ട്. ഈ ബ്രെഡ് വാങ്ങുന്നതിന് ഇവർക്ക് തന്നെ എറിഞ്ഞു കൊടുത്ത് ബ്രീഡ് ചെയ്യിപ്പിക്കാനാണ് ഗൈസ്. ഇവൻ ചെയ്യുന്ന കുറച്ച് വാങ്ങിയേക്കാം എമറാൾഡ്. എന്നിട്ട് അവൻ്റെ നിന്ന് നമുക്ക് ബ്രെഡും വാങ്ങാം. കുറച്ചും കൂടി വാങ്ങാം. കാരണം തികയത്തില്ലെന്ന് തോന്നുന്നു. ഒരു സ്റ്റാക്ക് ബ്രെഡ് വേണം. 32 ആയിട്ട് 2 പേരുടെയിലും കൊടുക്കാൻ. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യട്ടെ. പിന്നെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ അയൺ ഫാം ഉണ്ടാക്കുന്നത് കുറച്ച് വലിയ പ്രോസസ്സാണ്. ഒന്നതാണെങ്കിൽ ഈ വില്ലേജ് 2 ആൾക്കാരേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവൻ്റെ നിന്ന് വാങ്ങിയേക്കാം അതൊക്കെ. ഇവൻ്റെ നിന്ന് ബ്രെഡും കൂടി വാങ്ങിയേക്കാം. ഇവൻ ആപ്പിളൊക്കെ വിൽക്കുന്നുണ്ട്. പക്ഷേ ഇവൻ എനിക്ക് തോന്നുന്നു ഗോൾഡൻ ക്യാരറ്റ് അല്ലേ ഇവൻ വിൽക്കുന്നവൻ. മറ്റേ ഗോൾഡൻ ലെമണാണ് വിൽക്കുന്നത്. അതിൻ്റെ ആവശ്യം നമുക്കില്ല. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാം. പിന്നെ നമുക്ക് ഒന്ന് കിടന്നുറങ്ങിയേക്കാം. ഇതുവരെയും രാത്രി ആയിട്ടില്ല. നമുക്ക് പക്ഷെ ഉറങ്ങാൻ പറ്റില്ല. അവന്മാരൊക്കെ കിടന്നുറങ്ങി. മോൺസ്റ്റേഴ്സ് നിയർ ബൈ. ഓക്കെ, നമുക്ക് നോക്കിയ കാലാന്ന്.
ഓ ഇവിടെ ഒരു സോംബിയും കാര്യങ്ങളും നിൽപ്പുണ്ട്. അവനെ ഞാൻ കൊന്നേക്കാം. ശവല് വെച്ച് തന്നെ ഞാൻ കൊന്നേക്കാം. ഓക്കെ, അവൻ ചത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കിടന്നുറങ്ങാം. ഇപ്പം രാവിലെ എണീക്കട്ടെ ഞാൻ. നമുക്ക് ഈ ബ്രെഡൊക്കെ എടുത്ത് ഉമ്മാർക്ക് എറിഞ്ഞും കാര്യങ്ങളും കൊടുക്കാം. ഉമ്മാര് ബ്രീഡാവട്ടെ. എന്നിട്ട് ഉമ്മാര് ബ്രീഡായ 2 കൊച്ചുങ്ങളെ വെച്ച് വേണം നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അവിടെ 2 ബേബി വില്ലേജറും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ഫ്ലക്സിങ് ടേബിൾ വേണം. 20 ഫ്ലക്സിങ് ടേബിൾ വേണം അയൺ ഫാമിന് വേണ്ടി. അതിന് വേണ്ടി ഞാൻ കുറച്ച് ഗ്രാവലും കാര്യങ്ങളും എടുക്കാൻ വന്നേക്കാണ്. അതൊക്കെ ഒന്ന് എടുക്കാം. ഗൈസ്, ഞാൻ അവിടെ നിന്ന് ഒരുപാട് മൈൻഡ് ചെയ്തിട്ട് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടിയ ഗ്രാവലും കൊണ്ട് ഞാൻ ഇവിടെ വന്ന് മണ്ടയിലേക്ക് ബ്രിഡ്ജ് ചെയ്തിട്ട് താഴോട്ടേക്ക് പൊട്ടിച്ച് പോകുമ്പോൾ കിട്ടുന്ന ഫ്ലിൻ്റ് എടുക്കാമെന്നാണ് ഗൈസ് വെച്ചത്. പൊട്ടിച്ച് നമുക്ക് കിട്ടിയതുകൊണ്ട് നമുക്ക് ഫ്ലക്സിങ് ടേബിൾ ഉണ്ടാക്കിയേക്കാം. ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കട്ടെ. നമ്മളിവിടെ ഫ്ലക്സിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 20 നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാം. കറക്റ്റായിട്ട് എനിക്ക് 40 തന്നെ കിട്ടുകയും ചെയ്തു. ഗൈസ്, അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടി ഇതൊക്കെ മൈൻഡ് ചെയ്ത് വുഡൊക്കെ മൈൻഡ് ചെയ്ത് സ്റ്റിക്കൊക്കെ ആക്കി കുറച്ചും കൂടി ബ്രെഡൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ഗൈസ് നമ്മൾ കുഴിക്കാനായിട്ട് പോകുന്നത്. 5x5 ആയിട്ട് വേണം ഗൈസ് കുഴിക്കാൻ. ബോക്സ് 5x5 ബോക്സ്. എന്നിട്ട് താഴോട്ടേക്ക് 9 ബ്ലോക്ക് താഴ്ചയിലേക്കും കുഴിക്കണം. ഞാൻ അത് കുഴിക്കട്ടെ ആദ്യം. 5x5 ബ്ലോക്ക്, 9 ബ്ലോക്ക് താഴ്ചയിലേക്ക്. 5x5 ബ്ലോക്ക് സ്ക്വയർ, പിന്നെ 9 ബ്ലോക്ക് താഴ്ചയിലോട്ടേക്ക് കുഴിക്കണം. നമ്മളിവിടെയാണ് കുഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾക്ക് 2 ബ്ലോക്കായിട്ട് അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡുമായിട്ട് ഇങ്ങനെ വെക്കണം. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബെഡ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. കാണിച്ചു തരാം. ഇതിങ്ങനെ നമുക്ക് ഇങ്ങനെ ചെയ്യണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് താരയിലും മണ്ടയിലുമായിട്ട് ബെഡ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ടെമ്പററി ആയിട്ട് ബെഡായിട്ട് വെച്ചാൽ മതി. എന്നിട്ട് മണ്ടയിലായിട്ട് കുറച്ച് ബെഡും കാര്യങ്ങളും വെക്കണം. അപ്പോഴത്തേക്ക് ഞാൻ മണ്ടയിലേക്ക് കയറട്ടെ. ഇനി എൻ്റെ കയ്യിൽ വൂളൊന്നുമില്ല. ഇതിനായിട്ട് കുറച്ച് ഷീപ്പിനെയും കൂടി എനിക്കിനി കൊല്ലുകയും വേണം. ഞാൻ അപ്പോൾ അങ്ങോട്ടേക്ക് പോട്ടെ ഷീപ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. അവിടെ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ച് മറന്നു. അതങ്ങ് എടുത്തേക്കാം. ഇതിൻ്റെ മണ്ടയിൽ കയറിയിട്ട് എൻ്റെ ആക്സ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് ഈ പൊട്ടിക്കുന്നത്. കുഴപ്പമില്ല. നമുക്ക് ഇനി മണ്ടയിലേക്ക് കയറാൻ. എന്നിട്ട് നമുക്ക് ഞാൻ നേരെ ബേസിലേക്കും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഗൈസ്. കാരണം നമ്മൾ കഴിഞ്ഞ എടുത്ത അയം കൊണ്ട് നമുക്ക് ഷിയർ ഉണ്ടാക്കി കൊണ്ടുപോകാം. പിന്നെ ഷിയർ വെച്ച് ഷിയർ ചെയ്യാതാകുമ്പോഴത്തേക്കും കുറച്ച് വൂള് കൂടുതലും കിട്ടും. പിന്നെ ഷീപ്പിനെ വെറുതെ കൊല്ലുകയും ചെയ്യണ്ടല്ലോ. നമുക്ക് ഷിയർ ക്രാഫ്റ്റ് ചെയ്തേക്കാം. അങ്ങനെ ഷിയർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പം അങ്ങോട്ട് പോട്ടെ. പിന്നെ ഷീപ്പ് അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, അതിന് നമുക്ക് ഷിയർ ചെയ്യാം. ഞാൻ ഷിയർ ചെയ്തിട്ടൊക്കെ കാണാം. ഓഫ് ക്യാമറ ഗ്രൈൻഡിങ്. അപ്പം ഗൈസ്, നിങ്ങൾ 100x കണ്ടത് നമ്മൾ ഇത്രയും വരെ ചെയ്തതാണ്. ഇവിടെ നമ്മൾ വില്ലേജറിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി അതിനകത്തേക്ക് നമ്മൾ ബ്രെഡ് എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അവരൊക്കെ ബ്രീഡായിട്ട് കുറച്ചെണ്ണം ആവണം. പിന്നെ ഇവിടെ ഉള്ളവന്മാർ അവരുമായിട്ട് ലിങ്ക് ആയതുകൊണ്ട് ഇവിടെ ഉള്ളവന്മാരെ നമുക്ക് കുറച്ച് ദൂരേക്കും കാര്യങ്ങളും കൊണ്ടുപോകണം. അതൊന്ന് അപ്പം ഗൈസ്, ഉമ്മാരെ ഇവിടെയും കാര്യങ്ങളും കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഇനി ഉമ്മാരെ ഇവിടെ നമുക്ക് തുറന്നു വിട്ടിട്ട് പോകാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അയൺ ഫാമിൽ നിന്ന് കുറച്ച് ദൂരെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ചും കൂടി വുഡിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റിക്കാക്കിയിട്ട് വില്ലേജറിന് കൊടുത്ത് ബ്രെഡ് ഉണ്ടാക്കിയിട്ട് അവരെ കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാൻ. അപ്പോഴത്തേക്കിനും കുറച്ച് വുഡൊക്കെ വെട്ടി സ്റ്റിക്കാക്കി അവർക്ക് വാങ്ങിയിട്ട് കാണാം ഗൈസ്. ബ്രെഡ് വാങ്ങിയിട്ട് നമ്മൾക്ക് ഇവിടെ ഇപ്പം കുറച്ച് പിള്ളേരായിട്ടുണ്ട്. കാരണം ഞാൻ ബ്രെഡൊക്കെ എറിഞ്ഞു കൊടുത്ത്. നമുക്കിപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ലാവയും കാര്യങ്ങളും എടുക്കണം. ഇവിടെ ആയിട്ട് നമുക്ക് ലാവയും ഉണ്ട്. ഇപ്പം തന്നെ ഇവിടെ 20 വില്ലേജറായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടേ ഒന്ന് കവർ ചെയ്യണം. കവർ ചെയ്ത് ബാക്കിയുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് കാണാം. ഗൈസ്, നമ്മൾ നേരത്തെ ലാവയും കാര്യങ്ങളും എടുത്തിട്ടില്ല. ഇപ്പോൾ പോയി നമുക്ക് ലാവയും കൂടി എടുത്തിട്ടും കാര്യങ്ങളും വരാം ഗൈസ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ലാവയും കാര്യങ്ങളും എടുത്തുകൊണ്ട് അങ്ങോട്ടും കാര്യങ്ങളും പോവാം. എന്നിട്ട് അവിടെ കൊണ്ട് ചോദിക്കാം. ഇപ്പം തന്നെ അവിടെ ഒരു അയങ്കോളം സ്പൂണും കാര്യങ്ങളായിട്ടുണ്ട്. ആ അയങ്കോളത്തിന് നമുക്ക് എന്നിട്ട് കൊല്ലാം. നമുക്ക് അപ്പം ആവശ്യമുള്ള അയണും കൂടി കിട്ടും. നമുക്ക് താഴോട്ടേക്ക് പോയിട്ട് ഹോപ്പറൊക്കെ വയ്ക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചത്തുപോയി ഗൈസ്. ലാവ ഇപ്പം ഒരു മോബ് വന്ന് എൻ്റെ അടുത്തോട്ടേക്ക് ചാടി. ഞാൻ ഇത് വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ട് തെറ്റിപ്പോയതാണ്. ഇപ്പം ആ മോബിനെ ഞാൻ കൊന്നിട്ട് വെക്കുക. ഇപ്പം ഞാൻ ഒരു മണ്ടത്തിനെ കാണിച്ച് ഞാൻ ഇപ്പം ചാവാൻ പോവുകയാണ്. നിങ്ങളത് കണ്ടോ? ഈ ബ്ലോക്ക് ഞാൻ പൊട്ടിച്ചിട്ട് ഈ ബ്ലോക്കും കൂടി പൊട്ടിക്കും. അപ്പോൾ അവിടുത്തെ സൈൻ ബോർഡും പൊട്ടും.
അതിൻ്റെ ഈ ലാവ നേരെ എൻ്റെ അടുത്തോട്ടേക്ക് വരും. ഞാൻ ഒന്നും ചെയ്യാതെ എൻ്റെ വേറൊരു ബ്ലോക്ക് വെച്ച് വുഡ് വെച്ചിട്ട് അടച്ച് ചത്ത്. എൻ്റെ മുഴുവൻ സാധനങ്ങളും പോയി. അവിടെ നിന്നൊക്കെ എന്നെ റിക്കവറായിട്ട് അങ്ങോട്ടേക്ക് പോകട്ടെ. എൻ്റെ എല്ലാ സാധനങ്ങളും പോയി. ഇതുവരെ ഞാൻ എടുത്ത മൊത്തം പോയി. അതിനകത്ത് എന്താണ്ടായിരുന്നു, 2 ഹോപ്പർ ഉണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. ഹോപ്പർ നമുക്ക് അവിടെ നിന്ന് ഉണ്ടാക്കാൻ കാരണം ആ ഫാം വർക്കാവുന്നുണ്ട്. ആ ഫാമിൽ നിന്ന് തന്നെ കിട്ടിക്കോളും. പിന്നെ ഒരെണ്ണം ഞാൻ വെച്ച് 2 കൂടി നമുക്കിനി വേണം. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഞാൻ നേരത്തെ ചത്തുകൊണ്ട് തന്നെ എല്ലാം ആദ്യം തൊട്ടെടുക്കണം. അതുകൊണ്ട് കുറച്ച് സ്റ്റോൺ എടുക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ അതൊക്കെ ഒന്ന് ഇവിടുത്തെ സൈനായിരുന്നു പൊട്ടിയത്. അതുകൊണ്ട് നമുക്ക് തന്നെ ഇവിടെ വേറെ ഒരു സൈൻ വെച്ചേക്കാം. നമുക്ക് ഈ അയങ്കോളത്തിനെ കൊല്ലണം. ഈ ലാവയൊക്കെ പറ്റിയിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന് അയങ്കോളത്തിനെ കൊന്നേക്കാം. നമുക്ക് ക്രൗച്ച് ചെയ്ത് പോവാം എങ്ങനെ ചത്താല. ഇവിടെ വന്നിട്ട് നമുക്ക് അയങ്കോളത്തിനെ അടിക്കാം. ആദ്യം മണ്ടയിലോട്ടേക്ക് കയറാനായിട്ട് ഒരു വാര്യം ഉണ്ടാക്കട്ടെ. എന്നിട്ട് നമുക്ക് അയങ്കുളത്തിന് അടിക്കാം. ഓക്കെ, അവൻ ലാവയിലോട്ട് എന്താ വരാത്തേ? കുഴപ്പമില്ല, നമുക്ക് കൊന്നേക്കാം അവനെ. അയ്യോ, മിസ്ക്ലിക്കായി. ഇവിടെ സൈൻ ബോർഡ് പ്ലേസായി. കുഴപ്പമില്ല, നമുക്ക് അവനെയും കൊന്നേക്കാം. എന്നിട്ട് അവനിൽ നിന്ന് കിട്ടുന്ന അയം വെച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാനായിട്ടുണ്ട്. അവൻ്റെ നിന്ന് കുറച്ച് അയം കിട്ടി. നമുക്കൊരു ഹോപ്പർ ഉണ്ടാക്കാം. വീണ്ടും ഒരാൾ സ്പോണായിട്ടുണ്ട്. നമുക്ക് ഹോപ്പർ ഉണ്ടാക്കാനായിട്ടുള്ള അയണില്ല. നമുക്ക് ഒരു ബക്കറ്റ് ഓഫ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് വാട്ടർ എടുത്ത് നമുക്കിവിടെ ഒഴിച്ചാൽ അവൻ അങ്ങോട്ട് പോകും. അവനങ്ങനെ ചാവും. അവൻ ചത്തതിന് ശേഷം ആ ഹോപ്പറിനകത്തിരിക്കുന്ന അയം വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അതൊക്കെ ഞാൻ ചെയ്തിട്ട് അപ്പം ഗൈസ് ഇവിടെ ഭയങ്കരമായിട്ട് പൂച്ച സ്പോണാവുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ടൊരു ക്യാമ്പ് ഫയറും കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ പൂച്ച വന്ന് ചത്തോളും. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ അത് അവിടെ ആയിട്ടൊരു അയം കിടക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അത് നമുക്ക് എടുക്കേണ്ട. വേറെ അയം കൂടെ സ്പോണായിട്ടുണ്ട്. നമുക്ക് അവിടെയും കൂടി ഹോപ്പർ വെച്ചാലേ അത് കളക്റ്റ് ആവത്തുള്ളൂ. നമുക്ക് ആദ്യമേ ഈ ഹോപ്പറിനകത്തിരിക്കുന്ന എടുത്തിട്ട് 2-3 ഹോപ്പർ ഉണ്ടാക്കാം. ഞാൻ ഇത് പൊട്ടിച്ചിട്ട് അതിനകത്ത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കട്ടെ. ഓക്കെ, ഇത് 12 അയണും കാര്യങ്ങളുണ്ട്. നമുക്കത് വെച്ച് ഹോപ്പർ ഉണ്ടാക്കാം. ഞാൻ വാട്ടറും ബക്കറ്റുമായിട്ട് വന്നിട്ടുണ്ട്. ഹോപ്പറും എടുത്തിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ അയണും കൂടി എടുത്തിട്ട് അവിടെ ഹോപ്പർ വയ്ക്കാം. മറ്റേന്ന് നേരെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഈസ് വെക്കേണ്ടത്. അതങ്ങ് വെച്ചേക്കാം. 2 സ്ഥലത്തും അങ്ങനെ തന്നെ വയ്ക്കാം. ഓക്കെ, ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മണ്ടയിലേക്കും കാര്യങ്ങൾ ഗൈസ്. ഇനി നമുക്ക് ചെസ്റ്റ് വേണം. ചെസ്റ്റ് ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അതങ്ങ് എടുത്തുകൊണ്ട് പോകാം. ചെസ്റ്റിനെ ഉണ്ടാക്കാനൊന്നും വയ്യ വേറെ, അതുകൊണ്ട് അതങ്ങ് എടുക്കാം. പിന്നെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഇങ്ങോട്ടേക്ക് നമുക്ക് വെച്ചേക്കാം. ഇവിടെയും കൂടി വയ്ക്കാം. അപ്പോൾ നമ്മൾ അയൺ ഫാമിൻ്റെ പണി ഇത്രയേ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്റ്റോൺ സ്ലാബ് വേണം. അതിന് വേണ്ടി സ്റ്റോൺ മൈനിങ്ങിന് വന്നതാണ് കൈ. പിന്നെ ഞാൻ 48 സ്ലാബ് കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഗൈസ്. ഭയങ്കര സിമ്പിളാണ്. നമ്മൾ അയൺ ഫാമിൻ്റെ പണി സ്ലാബും കൂടി വെക്കുന്നതോടെ കഴിയും. കാരണം നല്ല സിമ്പിളായിട്ടുള്ള നല്ല എഫിഷ്യൻ്റ് ഒരു അയൺ ഫാമാണ്. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ 2-3 അയൺ ഫാമായിട്ട് ഇത് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റും. അപ്പം ഗൈസ്, നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം. അതുവരേക്കും സൈനിങ് ഔട്ട്.